മാംഗല്യം. ഒരു പ്രധാനപ്പെട്ട കേസിന്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അല്പനേരം ജഗൻ ഫ്രീ ആയിരിക്കുന്ന നേരത്താണ് അവന്റെ ഫോണിലേക്ക് രാമനാഥന്റെ കോൾ വന്നെത്തുന്നത്. അച്ഛന്റെ കോളാണെന്ന് കണ്ടതും ജഗൻ ഒരല്പം സംശയത്തോടെയാണ് ആ ഫോൺ എടുത്തത്. മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെ ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ രാമനാഥൻ ജഗനെ ഫോൺ ചെയ്യാറൊന്നുമില്ല. ജോലിയിലെ അവന്റെ തിരക്ക് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ പടർന്ന നേരിയ സംശയത്തോടെയാണ് ജഗൻ അയാളുടെ കോൾ എടുത്തത്. എന്താ അച്ഛാ, എന്താ വിളിച്ചത്? ജഗൻ രാമനാഥനോട് ആരാഞ്ഞു. ഒന്നുമില്ല ജഗൻ, ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഒരുപാട് ദിവസമായില്ലേ നിന്റെ ശബ്ദമൊന്ന് കേട്ടിട്ട്. പെട്ടെന്ന് രാമനാഥൻ അങ്ങനെ പറഞ്ഞതും ജഗനത് വല്ലാതെ ഫീലായി. കാര്യം, വെറുതെ ഒന്ന് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല രാമനാഥൻ. അച്ഛൻ ഓക്കെ അല്ലേ? എന്തുകൊണ്ടോ ജഗൻ ആദ്യം അങ്ങനെ ചോദിക്കാൻ തോന്നിപ്പോയി. ഞാൻ ഓക്കെയാണ് ജഗൻ. ജാൻവി എന്തു പറയുന്നു? സുഖമില്ലേ രണ്ടുപേർക്കും? അതെ അച്ഛാ, സുഖമായിരിക്കുന്നു. ജാൻവി കോളേജിൽ പോയിരിക്കുകയാണ്. ജഗൻ, ഇനി എന്നാണ് നിങ്ങൾ കോവിലകത്തേക്ക് മടങ്ങി വരുന്നത്? ജഗൻ പ്രതീക്ഷിച്ച ചോദ്യം രാമനാഥന്റെ ഭാഗത്തു നിന്നുണ്ടായതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അച്ഛാ, ഞങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന അച്ഛൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ജഗൻ, ഞാൻ 100% നിന്നെയും ജാൻവിയും സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ മുത്തച്ഛനൊക്കെ പഴയ ആളുകളല്ലേ, നമുക്ക് അവരെ പറഞ്ഞു തിരുത്തുന്നതിന് പരിധികളില്ലേ? അതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമുക്ക് അത്ര ഈസി ആയിട്ട് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റാണോ അവിടെ സംഭവിച്ചത്? അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടങ്ങളാണ് ഞങ്ങൾ ഇരുവർക്കും സംഭവിച്ചത്? മറ്റുള്ളവരുടെ മുമ്പിൽ എന്തിനേറെ പറയുന്നു, സ്വന്തം ഫാമിലിയുടെ മുമ്പിൽ പോലും നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? അപ്പോ അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്തവരെ വെറുതെ വിടാൻ ജാൻവിയുടെ മനസ്സ് അനുവദിച്ചില്ല. തീർത്തും ന്യായമായ കാര്യമാണ്. അതിന്റെ പേരിൽ മുത്തച്ഛനും അമ്മയും ചേർന്ന് അവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. ജാൻവി അധിക്ഷേപിക്കുന്ന രീതിയിൽ വരെ അമ്മ സംസാരിച്ചില്ലേ? സ്വന്തം അമ്മയുടെ പെരുമാറ്റത്തിന്റെ പുറത്ത് ജഗന് തോന്നിയ എല്ലാ ദേഷ്യവും അവൻ അച്ഛനോട് പങ്കുവച്ചു. നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാനിപ്പോ എന്തു പറയാനാണ് ജഗൻ? എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിന്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കിയവനാണ് നീ. നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. രാമനാഥൻ അത് പറഞ്ഞപ്പോൾ ജഗൻ സ്വയം ഒന്ന് ചിന്തിച്ചു. ശരിയാണ്, അമ്മയ്ക്ക് പണ്ട് മുതലേ ഉള്ളതാണ് ഈ കടുംപിടുത്തവും വാശിയും. എന്തൊക്കെ പറഞ്ഞാലും ശരിയച്ചാ, ഉടനെ ഒന്ന് ജാൻവിയെ കൂട്ടി കോവിലകത്തേക്ക് മടങ്ങി വരുന്നതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജാൻവിയെ കോവിലകത്തേക്ക് വരാൻ നിർബന്ധിക്കാൻ കൂടി എനിക്കാവില്ല. ജാൻവിക്ക് പൂർണ്ണ മനസ്സ് തോന്നി കോവിലകത്തേക്ക് വരാമെന്ന് എപ്പോഴെന്നോട് പറയുന്നു, അന്നു മാത്രമേ ഇനി ഞാൻ ആ പടി ചവിട്ടൂ. മോനെ, അച്ഛനറിയാം നിന്റെ ഭാഗത്താണ് പൂർണ്ണമായും ന്യായമെന്ന്. എങ്കിലും നിന്നെ കാണാതെ നിന്റെ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ആ കോവിലകത്തുള്ള മറ്റ് അംഗങ്ങളുമൊക്കെ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? ഓർമ്മ വെച്ച നാൾ മുതൽ ഇത്ര നാളിനിടയ്ക്ക് നീ ആദ്യമായിട്ടല്ലേ ഇത്രയും ദിവസം കോവിലകത്തു നിന്ന് മാറി നിൽക്കുന്നത്? മുൻപ് പഠിക്കാനും ജോലിയുടെ ആവശ്യങ്ങൾക്കും ഒക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെയല്ലല്ലോ ഇത്. ഇതിപ്പോ കോവിലകവുമായുള്ള മുഴുവൻ ബന്ധവും വിച്ഛേദിച്ചതുപോലെയുള്ള നിന്റെ ഈ അകൽച്ച അവിടെയുള്ള ഓരോ മനുഷ്യനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അച്ഛാ, ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിച്ചതിനേക്കാൾ കൂടുതലായി എനിക്കിനി ഒന്നും തന്നെ പറയാനില്ല. അമ്മ അന്ന് എത്ര മോശമായിട്ടാണ് ജാൻവിയെക്കുറിച്ച് സംസാരിച്ചത്. ഒരുപക്ഷെ അന്ന് ജാൻവിക്ക് പറ്റിയതുപോലെ ഒരു ചതി നമ്മുടെ മിഥുവിനാണ് സംഭവിച്ചിരുന്നെങ്കിലോ? അവളെയും അമ്മ ഇതുപോലെ തള്ളിക്കളയായിരുന്നോ? അതോ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിക്കുമായിരുന്നോ? രാമനാഥൻ മൗനമായി നിന്നു. അതോടെ ജഗൻ തന്നെ മറുപടിയും പറഞ്ഞു. ഇല്ലല്ലോ, നമ്മുടെ മിഥുവിനെ പോലെ മിഥുവിന്റെ അത്രയും മാത്രം പ്രായമുള്ള ഒരു പെണ്ണായിരുന്നു ജാൻവി. എന്നിട്ട് അമ്മ എത്ര മോശമായ രീതിയിലാണ് അവളോട് സംസാരിച്ചത്. അതൊന്നും സത്യം പറഞ്ഞ ജാൻവി ക്ഷമിച്ചാൽ പോലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അമ്മ ഒന്നുമില്ലെങ്കിലും ഒരു കോളേജ് പ്രൊഫസറല്ലേ. ആ അമ്മ എങ്ങനെയാണ് ഇത്രയും തരണ്ടാന രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറാനും ഒക്കെ പഠിച്ചത്? അമ്മയുടെ അന്നത്തെ വാക്കുകൾ കേൾക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോടുള്ള എൻ്റെ എല്ലാ റെസ്പെക്റ്റും ഇല്ലാതായി. അസ്ത്രം പോലെ ജഗൻ ഓരോരോ ചോദ്യങ്ങൾ എഴുതിവിടുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ മൗനമായി നിൽക്കാൻ മാത്രമേ രാമനാഥന് കഴിഞ്ഞുള്ളൂ. ജഗൻ,
നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഞാൻ കോവിലകത്തേക്ക് വരുന്നതിനെക്കുറിച്ച് നിന്നെ നിർബന്ധിക്കുന്നില്ല. നിന്നോട് സംസാരിച്ചതിനെപ്പറ്റി ഞാൻ പാർവതിയോടും പറയാം. ഒരുപക്ഷെ അവൾക്കിനി സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അംഗീകരിക്കട്ടെ. ഇനി നിനക്കും ജാൻവിക്കും എപ്പോൾ പൂർണ്ണ മനസ്സോടെ കോവിലകത്തേക്ക് വരാൻ തോന്നുന്നോ അന്ന് നീ വന്നാൽ മതി. രാമനാഥൻ പറഞ്ഞതിന് മറുപടിയായി ജഗൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. പിന്നെ നിനക്കെന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കണം. അച്ഛന് നിങ്ങളോട് ആരോടും ഒരു തരത്തിലുമുള്ള ദേഷ്യവുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് രാമനാഥൻ കോൾ കട്ട് ചെയ്തപ്പോൾ ജഗനും വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. കാര്യം ഇതാദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും അവൻ ചിന്തിച്ച കാര്യം മറ്റൊന്നായിരുന്നു. വീടും വീട്ടുകാരും വിട്ട് നിന്നതിൻ്റെതായ യാതൊരു വിഷമവും ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും തനിക്കില്ലായിരുന്നല്ലോ എന്ന്. ഞൊടിയിടയിൽ തന്നെ അവന്റെ മനസ്സിലേക്ക് ഒരു കൊച്ചുപെണ്ണിന്റെ മുഖം തെളിഞ്ഞു വന്നു. അവളാണ് ഇപ്പോഴുള്ള തന്റെ സന്തോഷങ്ങളുടെ എല്ലാം താക്കോൽ. അവൻ ഒരിളം ചിരിയോടെ ആലോചിച്ചു. എന്തായാലും കോവിലകത്തേക്ക് ഉടനെ തന്നെ മടങ്ങിപ്പോകുന്നില്ല. എല്ലാവരും ചെയ്തതിൻ്റെയും പറഞ്ഞതിൻ്റെയും വ്യാപ്തി അവർക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം അവിടേക്ക് ഇനി കയറി ചെന്നാൽ തെറ്റ് ചെയ്തത് തങ്ങളാണ് എന്നൊരു ബോധം അവർക്കുണ്ടാവില്ല. ജഗൻ അതും മനസ്സിലോർത്തുകൊണ്ടിരുന്നു. അതേസമയം ജാൻവി കോളേജിൽ ലൈബ്രറിയിൽ മിഥുനും അഭിക്കും ഒപ്പമിരുന്ന് കാര്യമായ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അവർക്കിപ്പോൾ റിവിഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അറ്റൻഡൻസ് എടുത്ത ശേഷം ആർക്കും എവിടെ വേണമെങ്കിലും പോയിരുന്നു പഠിക്കാം എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ കോളേജ് കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. മറ്റൊന്നും കണ്ടില്ല, ഓരോ അവർ കഴിയുമ്പോഴും വീണ്ടും അറ്റൻഡൻസ് എടുക്കും. കാര്യമായി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ചെറു ചിരിയോടെ ബുക്കിലേക്ക് നോക്കിയിരിക്കുന്ന ജാനിയെ അഭിക്ക് കാണിച്ചു കൊടുത്തത് മിഥുവാണ്. അവർ രണ്ടാളും അവളെ തന്നെ നോക്കിയിരുന്നു. ജാൻവി എന്തൊക്കെയോ ആലോചിക്കുകയും ചിരിക്കുകയും കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ ഓരോ ചേഷ്ടകളും കാണുകയും മിഥുവിനും അഭിക്കും നല്ല രീതിയിൽ തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. അതോടെ രണ്ടുപേർക്കും മനസ്സിലായി പെണ്ണിവിടെയൊന്നും അല്ലാന്ന്. മിഥു പതിയെ ജാൻവിയുടെ കയ്യിൽ തട്ടി വിളിച്ചു. ഒരു സ്വപ്നത്തിൽ നിന്ന് എന്നതുപോലെയാണ് ജാൻവി ഉണർന്നത്. എന്താ മിഥു, എന്തിനാ വിളിച്ചേ? അത് കൊള്ളാം, അത് ഞങ്ങൾ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. എന്താ നിനക്ക് പറ്റിയത്? എന്തു പറ്റാൻ? ജാൻവി ഒരു സംശയത്തോടെ അവർ ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ കുറെ നേരമായി ഇവിടെ കണ്ണടയ്ക്കുന്നു, കണ്ണു തുറക്കുന്നു, ആലോചിക്കുന്നു, ചിരിക്കുന്നു. എന്താണ്, അസ്ഥിക്ക് പിടിച്ചോ? പെട്ടെന്ന് മിഥു അങ്ങനെ ചോദിച്ചതും ഒരു ഞെട്ടലോടെ ജാൻവി അവരിരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവളുടെ മുഖം അരുണാഭമായി. ആഹാ, ജാൻവി ബ്ലഷ് ചെയ്തല്ലോ. അഭി കൂടി പറഞ്ഞതും അറിയാതെ ജാൻവിയുടെ കൈക്ക് അവളുടെ കവിളിലെ ചുവപ്പിലേക്ക് നീണ്ടു. ഇതങ്ങനെ കൈവച്ചു മായ്ച്ചാലൊന്നും പോവില്ല. മിഥു പറഞ്ഞതോടെ ജാൻവി അവരിരുവരെയും അഭിമുഖീകരിക്കാനാവാതെ മുഖം മുൻപേ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിലേക്ക് പൂഴ്ത്തിക്കളഞ്ഞു. നീ പെണ്ണെ, ബ്ലഷ് ചെയ്തൊക്കെ മതി, അതിനൊക്കെ ഇനി സമയമുണ്ട്, പഠിക്കണ്ടേ? ജാൻവി തല കുലുക്കിക്കൊണ്ട് അവർക്കൊപ്പം ഇരുന്ന് പഠിക്കാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു അവളുടെ ഫോൺ റിങ് ചെയ്തത്. ബാഗിൽ കിടക്കുന്ന ഫോൺ എടുത്ത് നോക്കി. അപ്പോഴേക്കും അവളുടെ മുഖത്ത് കൂടുതൽ ചുവപ്പ് പടർന്നു. അതിൽ നിന്ന് തന്നെ മിഥുനും അഭിക്കും മനസ്സിലായി ആരുടെ കോളാണ് അവളുടെ ഫോണിലേക്ക് വന്നതെന്ന്. അവരെ രണ്ടുപേരെയും ചൂണ്ടുവിരൽ ഉയർത്തി ഇപ്പൊ വരാൻ നാങ്ങി കാണിച്ച് ജാൻവി പതിയെ ഫോൺ എടുത്തുകൊണ്ട് ലൈബ്രറിയുടെ മുൻപിലെ ഇടനാഴിയിലേക്ക് നിന്നു. ഇടനാഴിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് ജാൻവി ജഗന്റെ കോൾ അറ്റൻഡ് ചെയ്തത്. ബിസിയായിരുന്നോ? മറുപുറത്തു നിന്നും ജഗന്റെ സ്വരം. ഏയ് അല്ല, ഞാൻ മിഥുവിന്റെ അഭിയുടെയും കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. ആഹാ, പഠിക്കുമായിരുന്നോ? അങ്ങനെയും പറയാം. ജാൻവി പറഞ്ഞപ്പോൾ ജഗൻ ഒന്ന് ചിരിച്ചു. എടോ, തനിക്കിന്ന് ഒരുപാട് പഠിക്കാനുണ്ടോ? ഇല്ല. എന്താ ജഗൻ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വൈകിട്ട് പുറത്തു പോകാം. അപ്പോൾ തന്നെ അവൾ സമ്മതം പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, താനൊരു 8 മണിയാകുമ്പോൾ റെഡിയായി നിൽക്ക്, ഞാൻ വരാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഓക്കെ ജഗൻ. എങ്കിൽ ശരി, തൻ്റെ പഠിത്തം നടക്കട്ടെ. അതും പറഞ്ഞ് ജഗൻ ഫോൺ വെച്ചപ്പോൾ ജാൻവി അത്യധികം സന്തോഷത്തോടെ മിഥുവിനും അഭിക്കും അടുത്തേക്ക് വന്നു. എന്തു പറ്റി, നിനക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? ജാൻവിയുടെ മുഖത്തെ സന്തോഷം കണ്ടെത്തും മിഥു അവളോട് ചോദിച്ചു. ഏയ്, നിന്റെ ഏട്ടൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പുറത്തു പോകാമെന്ന്. ജാൻവി ചെറു നാണത്തോടെ പറഞ്ഞു. ആഹാ, ഈ വക പാവങ്ങളൊക്കെ
നിന്റെ മുഖത്ത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. മിതു ഒരു തമാശ പോലെ പറഞ്ഞപ്പോഴാണ് ജാൻവിയും ആലോചിച്ചത്. പണ്ട് എന്തൊക്കെയായിരുന്നു ഇവൾ പറഞ്ഞതല്ലേടാ ബി? കല്യാണം വേണ്ട, ഈ ജന്മത്തിൽ കല്യാണം കഴിക്കില്ല. എന്നിട്ട് കണ്ടില്ലേ, എന്റെ ഏട്ടനെ കണ്ടപ്പോ മൂക്കും കുത്തി വീണു. മിതു ഇട്ടിരുന്ന കുർത്തയുടെ ചെറിയ കോളർ പൊക്കി വലിയ കാര്യം പോലെ പറഞ്ഞപ്പോ ജാൻവി അവളെ മുഖം കൂർപ്പിച്ചെന്ന് നോക്കി. ഞാനല്ല, എന്നെ കണ്ടപ്പോ നിന്റെ ഏട്ടനാ മൂക്കും കുത്തി വീണത്. ചൊടിയോട് ജാൻവി പറഞ്ഞു. അത് കേൾക്കാൻ മിതു അഭിയും ചിരിച്ചു. അവരുടെ ആ ചിരിയിൽ ജാനി കൂടി പങ്കുചേർന്നതോടെ ആ ചിരി ഒരു കൂട്ടച്ചിരിയായി മാറി. സൈലൻസ് പ്ലീസ്. ലൈബ്രറിന്റെ ശബ്ദമാണ് പിന്നീട് അവിടെ മുഴങ്ങിക്കേട്ടത്. പെട്ടെന്ന് മൂവരും വാ പൊത്തിപ്പിടിച്ച് ചിരി നിയന്ത്രിച്ചു. ചുറ്റും വരുന്ന മുഴുവൻ കുട്ടികളുടെയും ശ്രദ്ധ ആ നിമിഷം അവരിൽ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോരോ പീരീഡുകളും വേഗത്തിൽ കഴിഞ്ഞു. വൈകുന്നേരം കോളേജ് വിട്ട ശേഷം മിതുവും ജാൻവിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നത്. ജാൻവി അവളോട് യാത്ര പറഞ്ഞ് നേരെ ഫ്ലാറ്റിലേക്ക് പോയി. പോകും വഴി ജഗൻ അവളെ വിളിച്ചു. ജഗൻ, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജഗൻ എവിടാ? ഞാൻ സ്റ്റേഷനിലുണ്ട്. താൻ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം കേട്ടോ. ഓക്കെ ജഗൻ. അവൾ കോൾ കട്ട് ചെയ്തു. എന്താണെന്നറിയില്ല, മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ജഗനെ കാണാതെ ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയായല്ലോ എന്ന് ജാനി ഓർത്തു. അങ്ങനെ ഫ്ലാറ്റിലെത്തി ഉടനെ തന്നെ ജാനി ജഗനെ വിളിച്ചിട്ട് താൻ ഇവിടെ വന്ന വിവരം പറയുകയും ചെയ്തു. 7 മണി കഴിയുമ്പോഴേക്കും ഞാൻ വരും, താൻ റെഡി ആയിക്കോണം. ശരി ജഗൻ, അവൾ സമ്മതിച്ചു. അടുക്കളയിൽ ചെന്നിട്ട് അവൾ ഒരു കോഫി ഇട്ടു. കടുപ്പ് ഇത്തിരി കൂടിപ്പോയി, അതുകൊണ്ട് വല്ലാത്തൊരു ചവർപ്പായിരുന്നു. അത് കുടിച്ചപ്പോൾ ഇത്തിരി ഒന്ന് കുടിച്ചിട്ട് ബാക്കി മുഴുവനും അവൾ വാഷ് ബേസിന് കളഞ്ഞു. ബ്രെഡും ന്യൂട്രലയും എടുത്ത് കഴിച്ചിട്ടും പെണ്ണിന് വിശപ്പ് മാറിയില്ല. ഇത്തിരി നേരം അതിലൂടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നു. എന്നിട്ട് അവൾ വന്ന് ഹോളിൽ കിടന്ന സെറ്റിയിൽ കിടന്നുകൊണ്ട് ഫോണിൽ വെറുതെ തോണ്ടിക്കൊണ്ടിരുന്നു. 6 മണി കഴിഞ്ഞാണ് പിന്നീട് അവൾ എണീറ്റത്. നേരെ പോയി കുളിച്ചു ഫ്രഷായി കബോർഡിൽ നിന്നും പീച്ച് നിറമുള്ള ഒരു ഡിസൈനർ ചുരിദാർ എടുത്തിട്ടു. ജഗൻ വാങ്ങിക്കൊടുത്തതാണ്. അതെടുത്തിട്ടപ്പോൾ വല്ലാത്തൊരു ചന്തം പോലെ അവൾക്ക് തോന്നി. ഇത്തിരി മേക്കപ്പ് കൂടി ചെയ്താലോ എന്ന് അവൾ ഓർത്തു. ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തു. നല്ലൊരു ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിലും പുരട്ടി. കണ്ണെഴുതാൻ പേടിയായതുകൊണ്ട് അത് ചെയ്തില്ല. മുടിയൊക്കെ നന്നായിട്ട് ചീകിയിട്ടു. എന്തോ ഒരു കുറവ് പോലെ തോന്നി. അങ്ങനെ കണ്ണാടി വീണ്ടും നോക്കി. അപ്പോഴാണ് അവളുടെ കണ്ണിൽ കുങ്കുമച്ചെപ്പ് പതിഞ്ഞത്. ഇത്തിരി കുങ്കുമം എടുത്ത് അവൾ നെറുകയിലിട്ടുകൊണ്ട് സംതൃപ്തിയോടുകൂടി നിന്നു. ഏയ് ജാൻ, നീ ഇന്ന് ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ. പുഞ്ചിരിയോടെ പെണ്ണ് പറയുകയാണ്. നിന്റെ ജഗ്ഗു ഒന്ന് നിന്നെ കാണുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യും നോക്കാം കേട്ടോ. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ഓടി വന്നിട്ട് അവൾ വാതിൽ തുറന്നു. തന്റെ മുൻപിൽ ഒരു ദേവതയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ജാനിയെ കണ്ടതും ജഗനങ്ങളെ അടിമുടിയൊന്ന് നോക്കി. അവന്റെ മിഴികൾ ചെന്നെത്തി നിന്നത് അവളുടെ നെറുകയിലെ സിന്ദൂരത്തിലായിരുന്നു. അവന്റെ നോട്ടം കണ്ടതും ജാനി പെണ്ണിന് വല്ലാത്തൊരു നാണം തോന്നി. അവനകത്തേക്ക് കയറുവാൻ വേണ്ടി ജാനി ഒരൽപ്പം പിന്നിലേക്ക് നീങ്ങി. തുടരും. അടുത്ത പാർട്ട് ഇന്ന് തരാട്ടോ. സമയം എപ്പോഴാണെന്ന് ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. പരിണയം ഉച്ചയ്ക്ക് ശേഷവും.